4000 പേര് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അടിസ്ഥാനമെന്ന് ആര് ചോദിക്കുകയാണ്? ജയകുമാർ ചോദിക്കുകയാണ്. ഞാൻ 4-5 ദിവസം മുമ്പ് അങ്ങയോട് ചോദിച്ച ചോദ്യം ഇതാ ഇപ്പൊ ദേവസ്വത്തിന്റെ ബോർഡ് പ്രസിഡന്റ് നാട്ടാരോട് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥമെന്ന്. എന്താ അവസ്ഥ? ഈ ജാഗ്രത കുറവുണ്ടായതിനകത്ത് കുറ്റപ്പെടുത്തിയത് ആരെയാണ്? മാധ്യമങ്ങളെയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്. കഷ്ടായി പോയി. മിയാ കുൾപ്പ, മിയാ കുൾപ്പ, മിയാ മാക്സിമ കുൾപ്പ, എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് ഏറ്റുപറയുകയാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. എന്തായത്? അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് പുറത്തു വിട്ടത് മുതൽ പ്രതിരോധിക്കാൻ എന്തെല്ലാം കാപ്സ്യൂളുകളായിരുന്നു. തോന്നി അതങ്ങനെ വരും. ഇത് വരവ് ചെലവ് കണക്കല്ല, എസ്റ്റിമേറ്റ് ആണ്. മാധ്യമപ്രവർത്തകർക്ക് കണക്കറിയാത്തത് കൊണ്ടാണ്. നന്ദഗോവിന്ദം ഭജൻസ് വന്നു എന്ന് ബില്ല് കൊടുത്തിട്ടില്ലെന്ന് തുടങ്ങി കനുകോലു എഴുതി കൊടുത്ത കണക്കാണെന്ന് വരെ പറഞ്ഞു. ഇതുവരെ ഇറങ്ങിയ എല്ലാ ക്യാപ്സ്യൂളുകളും ദേവസ്വം പ്രസിഡന്റ് തന്നെ നിർവീര്യമാക്കിയിരിക്കുകയാണ്. വെരി വെരി ഗുഡ്. ശ്രീ കെ സരുൺകുമാർ, നമുക്ക് 17-ാം തീയതി കാണാം എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ചർച്ച പിരിഞ്ഞത്. ഇന്ന് അങ്ങേക്ക് കടുത്ത തിരക്കുകൾ ഉണ്ടായിരുന്നു, അത് മാറ്റിവെച്ചും ചർച്ചയിൽ പങ്കെടുക്കാൻ സന്നദ്ധനായതിൽ നന്ദി ആദ്യമേ പറയുകയാണ്. ഇന്നിപ്പോ ദേവസ്വം ബോർഡ് വിശദീകരിക്കുമ്പോൾ ആ വിശദീകരണം അങ്ങ് കേട്ടുകാണുമെന്ന് ആണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനത്തെ ചർച്ചയിൽ ഓഡിറ്റർക്കാണ് തെറ്റുപറ്റിയത്, ഈ ഓഡിറ്റ് ശരിയല്ല എന്നാണ് അങ്ങ് വാദിച്ചിരുന്നത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നോക്കൂ, ഇന്ന് മിയാ കുൾപ്പ, മിയാ കുൾപ്പ, മിയാ മാക്സിമ കുൾപ്പ, എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് ഏറ്റുപറയുകയാണ് ദേവസ്വം ബോർഡ്. ഇനിയിപ്പോ വേറെന്തെങ്കിലും ന്യായീകരണം ബാക്കിയുണ്ടോ? നമ്മളന്ന് ചർച്ച അവസാനിപ്പിച്ചത് 17-ാം തീയതി കാണാം എന്ന് പറഞ്ഞ് തന്നെയാണ്. അതേടാ, അങ്ങനെ തന്നെയാണ്. അന്നും ഞാൻ ഊന്നി പറഞ്ഞത് ഇത്തരത്തിലൊരു ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് കണ്ടിട്ടില്ല. ദേവസ്വം ബോർഡ് അത്തരത്തിലൊരു ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. ദേവസ്വം ബോർഡ് കാണാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ വഴി സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് ആധികാരികതയില്ല. നന്നായിട്ടുണ്ട്. അതിൽ എനിക്ക് തന്നെ വെരിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതുപോലെ തന്നെ പല രേഖകൾ നോക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഒരു സ്പോട്ട് ഇൻസ്പെക്ഷൻ അടക്കം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം തന്നെ, ഓഡിറ്റർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇല്ല എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഊന്നി പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ അംഗീകാരമില്ലാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് എന്ന് തന്നെയാണ്. ഇപ്പോഴും ഞാൻ അതിൽ പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുന്നു. നിന്നെ സമ്മതിക്കണം. ഞാൻ അന്ന് പറഞ്ഞ കാര്യത്തെ തെറ്റിക്കുന്ന അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് കാണിക്കുന്ന ഒരു വിവരവും ദേവസ്വം ബോർഡ് ചെയർമാൻ ഇന്നും പറഞ്ഞിട്ടില്ല. ആകെ വന്ന ഒരു മാറ്റം കക്കാൻ മാത്രമല്ല നിക്കാനും പഠിച്ചവനാ നീ. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ബില്ലുകൾ ഓഡിറ്റർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട രേഖ കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായിട്ടില്ല, അതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന ഒരു അഡ്മിഷൻ ദേവസ്വം ബോർഡ് ചെയർമാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ലൂസായി പോയി, മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. മാതൃഭൂമിക്കെതിരെ അതിഭീകരമായ ക്യാമ്പയിനാണ് നടത്തത്. ഇല്ലാത്ത ഒരു കണക്കെടുത്ത് വെച്ചുകൊണ്ട് വാർത്ത കൊടുത്തു. ഇല്ലാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് ആരിത് കണ്ടിരിക്കുന്നു. നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു നമ്മളിത് കണ്ടിട്ടുണ്ട്, നമുക്കിത് അറിയാമെന്ന് പറഞ്ഞു. ഇപ്പൊ അതേണ്ട ദേവസ്വം ബോർഡ് ഇത് സമ്മതിക്കുന്നു. ഇതുവരെ ഇടത് ഹാൻഡിലുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ഇങ്ങനൊരു സംഭവമേ ഇല്ല. വ്യാജ വാർത്തയാണ്. കനകോലുവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് ഈ വാർത്ത ചെയ്യുന്നുള്ള ഒരുപാട് ക്യാപ്സൂളുകളും ആരോപണങ്ങളും നേരിട്ടു. ഇനിയും ഗൃഹസന്ദർശനം നടത്തുന്ന CPM-കാർ ഇതിന് മറുപടി പറയണ്ടേ? കാരണം ദേവസ്വം കമ്മീഷണർ മുഖേന സ്പെഷ്യൽ കമ്മീഷണറിലൂടെ കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടാണ്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് തുറന്നു പോലും നോക്കിയിട്ടില്ല. ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ അതിഭീകരമായ ദൂർത്ത് നടന്നുവെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. ഇതിന് മറുപടി പറയണ്ടേ? ഇതൊക്കെ വിശ്വസിച്ച് മറ്റുള്ളവരൊക്കെ സംഭാവന നൽകിയ പണമാണ്. അത് ദൈവത്തിന്റെ പേരിൽ കൊടുക്കുന്നത്, അയ്യപ്പന്റെ പേരിൽ കൊടുക്കുന്ന പണമാണ്. ഈ രീതിയിൽ ധൂർത്തടിച്ച് കളഞ്ഞു. ഒരു മര്യാദ വേണ്ടേ? എന്തിനായിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരുന്നത്? ഇത്തരം ദൂർത്ത് നടത്താൻ വേണ്ടിയിട്ടാണോ? ഇതിന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട് മൂന്നാറിലൊന്നും താമസിച്ചില്ലെന്ന്. പക്ഷേ ആ അസോസിയേഷൻ, വിജയ അസോസിയേഷന്റെ കണക്കിനകത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. സിനിമ എടുക്കാൻ പോകുന്നു, സംവിധാനം ചെയ്യാൻ പോകുന്നു. അത് നേരിട്ട് ബില്ലാർക്കാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനാണ്. GST പോലും അടച്ചിട്ടില്ല. അതൊരു മാധ്യമം പുറത്തു കൊണ്ടുവരുമ്പോൾ അത് മുഴുവൻ ക്യാപ്സൂളാണ്, അത് മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? പച്ചക്കള്ളം മുൻ ദിവസം കൂടെ പറയാണ്. ഉത്തരവാദിത്വം, ജാഗ്രത കുറവ്, ഇതെല്ലാവർക്കും ഉണ്ട്. ഈ ജാഗ്രത കുറവ് ഉണ്ടായതിനകത്ത് കുറ്റപ്പെടുത്തിയത് ആരെയാണ്? മാധ്യമങ്ങളെയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, ഇറങ്ങിയ ക്യാപ്സൂൾ ഒറ്റയടിക്ക് കാലഹരണപ്പെട്ടതായി പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ശരിക്കും സ്വർണ്ണക്കൊള്ളയും ഇതുപോലുള്ള ദൂർത്തുകളും തെരഞ്ഞെടുപ്പ് വിഷയമായി ഉണ്ടാവും എന്നുള്ളതാണ്. വരവ് ചെലവ് കണക്കാണ് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും സാമാന്യമായ ഒരു കോമൺ മാന് പോലും അറിയേണ്ട കാര്യമാണല്ലോ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എന്നിട്ടും എസ്റ്റിമേറ്റും കണക്കും തമ്മിൽ തിരിയാത്തതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അതിൽ മാധ്യമ പ്രവർത്തകർ പോലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഷെയർ ചെയ്യാനോ ആളുണ്ടായി ചിരിയൊക്കെ വരുന്നുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് അവിടെ ഇരിക്കുക. ഓഡിറ്റ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വെളിയിൽ വന്നതിനെ കുറിച്ചാണ് ഈ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രാഥമിക ധാരണ പോലും ഇല്ലാത്ത നിലയിലുള്ള ചർച്ചയാണ്. എന്റെ ഓർക്കം പോയി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ഒരു കണക്കങ്ങ് അവതരിപ്പിച്ചു കളഞ്ഞു. ഇടത് ഹാൻഡിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു കണക്കാണ്. ആ കണക്കല്ല ഓഡിറ്റ് ആയിട്ട് പോയിട്ടുള്ളത്. ആ കണക്ക് കാണിക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് കണ്ടിട്ടില്ല. ഇല്ല. ഓക്കെ പോയിന്റിലോട്ട് വരാം. അല്ല, കറക്റ്റാണ്. കാരണം ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റിങ്ങിന് ഒരു കൃത്യമായി ഫോം ഉണ്ട്. അതെ, ഇന്ന് അദ്ദേഹം വിശദീകരിച്ചത് ഞാൻ ഓരോ വാചകങ്ങളായി പറയാം. മൊത്തം കുഴപ്പമില്ലെണ്ണ. ഞങ്ങൾ അതിന് മറുപടി കൊടുക്കുകയോ വേണ്ടത്ര ആശയവിനിമയം നടത്തുകയോ ചെയ്തില്ല. അതാണ് പ്രശ്നമായത്. സമയത്തിന് റെക്ടിഫിക്കേഷൻ നടത്താത്തതാണ് പ്രശ്നം. അത് ഓഡിറ്ററുടെ പ്രശ്നമല്ല, ഞങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടാണ്. ഇത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞാണ്. ദേവസ്വം കയ്യിൽ കിട്ടിയ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാത്തത് നാട്ടുകാരുടെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് ചെയർമാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കും, അന്വേഷിക്കും. ഇപ്പൊ 26-ാം തീയതി വരെ ഇതിലുള്ള റെക്ടിഫിക്കേഷൻ ആണ് ഞങ്ങളുടെ ലക്ഷ്യമെങ്കിലും മറ്റു കാര്യങ്ങളും പരിശോധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തടി വരാൻ നോക്കണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ പേരിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ പേരിൽ ഏതെങ്കിലും കള്ളത്തരം കാണിക്കുന്ന അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ട് അത് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു നയാ പൈസ പോലും ദേവസ്വം ബോർഡിന്റെ ഈ ആഗോള അയ്യപ്പ സംഘവുമായിട്ട് ചെലവഴിക്കില്ല എന്ന് പറഞ്ഞ വാക്ക് പൂർണ്ണമായി പാലിക്കുമെന്ന് തന്നെയാണ് പറയാൻ മാത്രമേ പാടുള്ളൂ, ഒന്നും പ്രവർത്തിക്കരുത്. ഇന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ ആ വാക്ക് പാലിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നോക്കൂ, ഒന്ന് മാതൃഭൂമി ന്യൂസ് ആണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. എന്തെല്ലാം വാദങ്ങളാണ് കേട്ടത്. ഇങ്ങനൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല, ഇത് കനുകൂലം എഴുതി കൊടുത്ത കണക്കാണ് എന്ന് വരെ പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യമില്ല, ഇതൊക്കെ അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിക്കുന്നതാണ്. ഓരോ കാര്യവും ഇന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നന്ദഗോവിന്ദം ഭജൻസിന് പണം കൊടുത്തതായി ബില്ലുണ്ട്, പക്ഷെ അവർ അന്ന് അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് അദ്ദേഹം പറയുന്നു, ദേവസ്വം ബോർഡ് പറയുന്നു, ഓഡിറ്റർക്ക് തെറ്റുപറ്റിയൊന്നുമല്ല, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നോട്ടക്കുറവ് വന്നതുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് പറഞ്ഞാൽ നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് ഓഡിറ്റർക്ക് കിട്ടിയതുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അങ്ങനെ രേഖപ്പെടുത്തിയത്. എന്നിട്ടോ ഇത് ആരോ മാധ്യമങ്ങൾ വായുവിൽ എഴുതി ഉണ്ടാക്കിയതാണ് എന്നായിരുന്നു പ്രചരണം. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. നോക്കൂ, ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യവും ലഞ്ചിന്റെ കാര്യവും ഡിന്നറിന്റെ കാര്യവും 5 മണിക്കോ 6 മണിക്കോ കഴിഞ്ഞ അയ്യപ്പ സംഗമത്തിൽ ഡിന്നർ കഴിക്കാൻ 3000 പേരുണ്ടായിരുന്നു എന്നുള്ള രേഖ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഭക്ഷണത്തിന്റെ കാര്യം അടക്കം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ലേ? മാതൃഭൂമി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള വിജയനാഥ് അസോസിയേറ്റ്സിന്റെ ഒരു ആധികാരിക രേഖ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ എന്തെല്ലാം കേട്ടു. അതൊക്കെ തിരുത്തി പറയാനും തിരിച്ചെടുക്കാനും തയ്യാറാവണ്ടേ ഇതൊക്കെ ഉന്നയിച്ച ആളുകൾ? ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത പാവോടാ. അത് അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങയുടെ ചർച്ചയിൽ അന്ന് 1 മണിക്കൂർ പങ്കെടുത്ത ആളാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഭൂരിഭാഗവും ഞാൻ ആവർത്തിച്ചു. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരോട് പലതവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിന്റെ മറുപടി കൊടുക്കാത്ത ഒരു വീഴ്ച ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നതല്ലാതെ ബാക്കി ഒരു കാര്യവും അന്ന് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നില്ല. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഞാൻ തന്നെയാണ് അങ്ങയോട് പറഞ്ഞത്, ഇത് ദേവസ്വം ബോർഡ് ക്ലാരിഫൈ ചെയ്യാത്ത, പരിശോധിക്കാത്ത, മീറ്റിംഗിൽ ചർച്ച ചെയ്യാത്ത ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് പാതി വെന്തതാണ്. പാതി ബില്ലുകളെ പരിശോധിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ വൗച്ചറുകളും പാതി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു തരത്തിലും ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടില്ല. നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള ബില്ല് ദേവസ്വം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഡിറ്റർ അങ്ങനെ എഴുതിയത്. നമ്മൾ അന്ന് കഴിഞ്ഞ തവണ ചർച്ച ചെയ്തതാണ് 4000 പേരുടെ ഭക്ഷണം അങ്ങോട്ട് കുറയിട്ടു. ദേവസ്വം മറുപടി കൊടുത്തില്ലായിരിക്കും സ്വാഭാവികമായിട്ടും. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ചോദിക്കുക 4000 പേര് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് ആര് ചോദിക്കുകയാണ്? ജയകുമാർ ചോദിക്കുകയാണ്. ഞാൻ 4-5 ദിവസം മുമ്പ് അങ്ങയോട് ചോദിച്ച ചോദ്യം ഇപ്പൊ ദേവസ്വത്തിന്റെ ബോർഡ് പ്രസിഡന്റ് നാട്ടുകാരോട് ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥമെന്ന്. എന്താ അവസ്ഥ? ചെയ്ത്താനും കടലിൽ നടക്കായില്ല. അപ്പോ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിനും ഉത്തരം കൊടുക്കാതെ കൃത്യമായിട്ടുള്ള രേഖ ഹാജരാക്കി കൊടുക്കാത്ത ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ, ആ കമ്മീഷണർ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ